കേരളത്തിന്റെ ഭൂപടം മാറാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് വരെ കണ്ട 14 ജില്ലകളല്ല ഇനി വരാൻ പോകുന്നത്. പുതിയ കേരളം. ഒടുവിൽ അണിയറയിൽ ഏറെക്കാലമായി നടന്ന ആ നീക്കങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ച ആ പ്രഖ്യാപനം കേട്ട് കേരളം ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. പുതിയ ജില്ലകളുടെ രൂപീകരണം പഠിക്കാൻ ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുന്നു. കേൾക്കുമ്പോൾ ഭരണപരമായ പരിഷ്കാരം എന്നൊക്കെ തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന്. ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനും വേണ്ടിയുള്ള കളി അത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് മെല്ലെ മെല്ലെ ഓരോ വശത്തു നിന്നും അവർ പണി തുടങ്ങിയിരിക്കുന്നു. മലപ്പുറം ജില്ലയെ വിഭജിക്കുമെന്ന് വെറുമൊരു അഭ്യൂഹമല്ല, അത് നടപ്പാക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ആദ്യത്തെ സൂചനയാണ് ഇന്ന് നമ്മൾ കണ്ടത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? ആരുടെ താല്പര്യങ്ങളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്? VD സതീശൻ ഇതിൽ നിന്നെല്ലാം മുൻകൂട്ടി കാണുന്നത് എന്താണ്? വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് നിങ്ങളുടെ ജില്ലയെയും നിങ്ങളുടെ ഭാവിയെയും ബാധിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിലാണ് ഈ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ബജറ്റിൽ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതൊരു സൈഡിലൂടെ കടന്നുപോയി. സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുമെന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ജനസംഖ്യാ വർധനവ് കണക്കിലെടുത്ത് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ സംസ്ഥാനത്തെ വലിയ ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലം തന്നെയായി. അത് സത്യമാണ്. എന്നാൽ ബജറ്റിൽ ഒരുപാട് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഈ ഒരു പ്രഖ്യാപനം തിരുകി കയറ്റിയതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയമായ സമ്മർദ്ദം തന്നെയുണ്ട്. എന്താണെന്ന് മനസ്സിലായി കാണും എന്നെനിക്കറിയാം, എങ്കിലും പറയാം. പലർക്കും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇത്രയധികം വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച ബജറ്റിൽ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതിന് കൃത്യമായി ഉത്തരവില്ല. പക്ഷേ പ്രഖ്യാപിച്ചതെല്ലാം നല്ല പദ്ധതികളാണ്, അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. കടക്കണിയിലായി സംസ്ഥാനം പുതിയ വികസന കുതിപ്പിലേക്ക് പോകുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ അധിക ബാധ്യത വരുത്തിവെക്കുന്ന പുതിയ ജില്ലകളുടെ രൂപീകരണത്തിലേക്ക് എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് നീങ്ങുന്നത്? ഇതിന്റെ ഉത്തരം UDF മുന്നണിക്കുള്ളിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലാണ് കിടക്കുന്നത്. അതെ, മുസ്ലിം ലീഗ്. UDF അധികാരത്തിൽ വന്നാൽ മലപ്പുറം വിഭജനം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ്. നമുക്ക് തന്നെ അറിയാമത്. അതിപ്പോ അക്ഷരം പ്രതി സത്യമായി വരികയാണ്. കമ്മീഷനെ വെക്കുന്നത് വെറുമൊരു തുടക്കം മാത്രമാണ്, അല്ലെങ്കിൽ അതിനൊരു മറ മാത്രമാണ്. കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള നീക്കമാണിത്. മലപ്പുറം ജില്ല വിഭജിച്ച് മലപ്പുറം, തിരൂർ എന്നീ 2 ജില്ലകളാക്കി മാറ്റണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. UDFിലെ ഏറ്റവും ശക്തമായ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഈ ആവശ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിനു പുറമെ സമസ്ത പോലെയുള്ള സമുദായ സംഘടനകളും ഈ ആവശ്യവുമായി രംഗത്തുണ്ട്. ഇവിടെയാണ് വിമർശകർ പ്രീണന രാഷ്ട്രീയം ആരോപിക്കുന്നത്. ഒരു സമുദായ സംഘടനയുടെയോ അല്ലെങ്കിൽ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസ്ഥാനത്തിന്റെ അതിർത്തികൾ പുനർനിർണയിക്കാൻ സർക്കാർ തയ്യാറാകുന്നു. ഈ ചോദ്യം വളരെ ശക്തമാണ്, പ്രസക്തവുമാണ്. ഭരണം കിട്ടിയ ഉടനെ തന്നെ ഇത്തരം വിനാശകരമായ വോട്ട് ബാങ്ക് താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിതെളിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കിതിന്റെ ഭൂമിശാസ്ത്രപരമായ വശങ്ങളിലേക്ക് വരാം. താനൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തീരദേശ ജില്ല എന്ന പേരിൽ തിരൂർ ജില്ല രൂപീകരിക്കണമെന്നാണ് ആവശ്യം. ഇതാണ് ഇപ്പോൾ നിലവിൽ ശക്തമായിരിക്കുന്നത്. ഈ പുതിയ ജില്ലയിലേക്ക് വള്ളിക്കുന്ന്, കോഴിക്കോട് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന പ്രദേശം, പരപ്പനങ്ങാടി, കുറ്റിപ്പുറം, എടപ്പാൾ, കോട്ടക്കൽ എന്നിവയെല്ലാം ഉൾപ്പെടും. മറുഭാഗത്ത് കൊണ്ടോട്ടി, മഞ്ചേരി, വഴിക്കടവ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, എടവണ്ണപ്പാറ എന്നിവ നിലവിലെ മലപ്പുറം ജില്ലയുടെ ഭാഗമായി തന്നെ തുടരും. ചരിത്രപരമായി നോക്കിയാൽ 1969 ജൂൺ 5-നാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത്. അന്ന് പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി, പെരിന്തൽമണ്ണ താലൂക്കുകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട്, തിരൂർ താലൂക്കുകളും അതെല്ലാം ചേർത്തായിരുന്നു മലപ്പുറം ജില്ല ഉണ്ടാക്കിയത്. അന്ന് ജില്ല രൂപീകരിക്കുമ്പോൾ കേവലം 14 ലക്ഷം മാത്രമായിരുന്നു ജനസംഖ്യ. എന്നാൽ ഇന്നത്തേക്ക് എത്തുമ്പോൾ അത് 45 ലക്ഷത്തിലേറെയായി വർദ്ധിച്ചിരിക്കുന്നു. വെറും 10 വർഷം കൊണ്ടാണ് ഈ ജനസംഖ്യ വർധനവ്. ജനസംഖ്യ കൂടിയത് കൊണ്ട് ഭരണം സുഗമമാക്കാൻ വിഭജനം വേണമെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ വിഭജനം വഴി പുതിയൊരു വോട്ട് ബാങ്ക് കോട്ട കെട്ടി ഉയർത്താൻ ലീഗ് ശ്രമിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം.
മലപ്പുറം വിഭജനം മാത്രം നടത്തിയാൽ അത് വലിയ ജനരോഷത്തിന് കാരണമാകുമെന്ന് സർക്കാരിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രീണന രാഷ്ട്രീയത്തെ വികസനത്തിന്റെ മുഖം മൂടിയും ഇട്ടുകൊടുത്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് ബ്രഷ് ഒക്കെ തേച്ച് കുറച്ചും കൂടി ഒന്ന് മോടി പിടിച്ചുകൊണ്ട് മറ്റു ചില ആവശ്യങ്ങളും സർക്കാർ കമ്മീഷൻ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം ജില്ല വിഭജിച്ച് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്ന ആവശ്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതോടെ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് നേര് തന്നെയാണ്. നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ഇവിടെയുള്ള ആവശ്യം. സമാനമായി പൂർണ്ണമായും ഒരു കാർഷിക ജില്ല എന്ന നിലയിൽ മൂവാറ്റുപുഴയെ സ്വതന്ത്ര ജില്ലയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഹൈറേഞ്ച് മേഖലയിലെ 4 താലൂക്കുകൾ ഇടുക്കിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടും തൊടുപുഴ താലൂക്കിനെ വേർപ്പെടുത്തിയും ജില്ല രൂപീകരിക്കാനാണ് ആലോചന. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പാല എന്നിവയെല്ലാം മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം മലപ്പുറം വിഭജനം എന്ന തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെ മറച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ മറവിൽ തിരികെ കെട്ടിക്കൊണ്ട് UDF സർക്കാരിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ മാത്രമാണെന്നത് വ്യക്തമാണ്. മറ്റു ജില്ലകളുടെ പേരും പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കുക, ഒടുവിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മറവിൽ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ച് എടുക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ശൈലി. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതി. എന്തായാലും കേരളം അവസാനമായി ഒരു പുതിയ ജില്ലയ്ക്ക് സാക്ഷ്യം വഹിച്ചത് 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതോടെയാണ് കേരളത്തിൽ 14 ജില്ലകൾ ഉണ്ടായത്. അതിനുശേഷം നീണ്ട 42 വർഷക്കാലമായി കേരളം 14 ജില്ലകളായി തന്നെയാണ് തുടരുന്നത്. ഈ കാലയളവിൽ ഭരണ വികേന്ദ്രീകരണത്തിനായി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ ശക്തമാക്കുകയാണ് കേരളം ചെയ്തിട്ടുള്ളത്. വില്ലേജ് ഓഫീസുകളും താലൂക്കുകളും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഭരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പുതിയ ജില്ലകൾ തന്നെ വേണമെന്ന വാദത്തിന് സാങ്കേതികമായി വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരു പുതിയ ജില്ല രൂപീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പുതിയ കളക്ടറേറ്റ് സമുച്ചയം നിർമ്മിക്കണം, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ്, ജില്ലാ കോടതികള്, വിവിധ വകുപ്പുകളിലെ ജില്ലാ ഓഫീസുകള്, ഇവയെല്ലാം സ്ഥാപിക്കണം. പിന്നെ പുതിയ തസ്തികകൾ വരും. 100 കണക്കിന് പുതിയ തസ്തികകളൊക്കെ സൃഷ്ടിച്ച് ശമ്പളവും പെൻഷനും എല്ലാം വീണ്ടും നൽകണം. ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ് വരുന്നത്? ഇതിനകം തന്നെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഒരു സംസ്ഥാനത്താണ് വോട്ട് ബാങ്ക് താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി മാത്രം കോടികളുടെ അധിക ബാധ്യത വരുത്തി വെക്കുന്ന ഇത്തരം കമ്മീഷനുകളെയൊക്കെ വെക്കുന്നത്. അപ്പോ വികസന പദ്ധതികൾക്ക് പണമില്ലെന്ന് പറയുന്നവർ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നമ്മളെ എല്ലാം മുതലെടുത്തുകൊണ്ട് ഖജനാവ് ദൂർത്തടിക്കാൻ മടിക്കുന്നില്ല എന്നതിന്റെ തെളിവാണിത്. UDF സർക്കാർ അധികാരത്തിലേറി ആദ്യ ബജറ്റിൽ തന്നെ ഇത്തരത്തിലൊരു നീക്കത്തിന് വേണ്ടി തുടക്കമിട്ടത് അത് വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചന കൂടിയാണ്. വികസനത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ ഇത്തരത്തിൽ വെഡ്ഢികളാക്കിക്കൊണ്ട് അണിയറയിൽ ഒരു പ്രത്യേക വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ ഘടകകക്ഷികളുടെ സ്വാധീനത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ എന്തായാലും സജീവമായി കഴിഞ്ഞു. കമ്മീഷൻ പഠിച്ച റിപ്പോർട്ട് നൽകുമ്പോഴേക്കും രാഷ്ട്രീയ ചരടുവലികൾ എന്തായാലും പൂർണ്ണമാകും. കേരളത്തെ ഇങ്ങനെ വിഭജിക്കുന്നത് വികസനത്തിന് സഹായിക്കുമോ അതോ സാമൂഹികമായിട്ടുള്ള ഒരു സാമുദായിക ധ്രുവീകരണത്തിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകുമോ? കമ്മീഷൻ നിയമനത്തിന് പിന്നിലെ ഈ രാഷ്ട്രീയ നാടകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.